ഹലോ, എല്ലാവരും എന്തെടുക്കുവാണോ? എല്ലാവരും ഉച്ചയൂണിനൊക്കെ റെഡി ആയിട്ടുള്ളതൊക്കെ ആയിരിക്കും അല്ലേ? ഇന്ന് പറയാനുള്ളത്, നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ വാതിക്കൽ തന്നെ ഒരു കടയുള്ള ഒരു ശിവാനി എന്ന് പറയുന്നൊരു മോള് 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പ്രാവശ്യം വിളിച്ചു. ഇപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എന്നെ വിളിക്കണേ, എന്നെ സംസാരിക്കണേന്ന്, അവൾക്ക് എന്നെ കാണണം, വീഡിയോ കോൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ശിവാനി മോളെ, ഹായ്. അതുപോലെ വേറൊരു ആന്റിയുടെ എന്നാ തൊഴിലുറപ്പിൽ എവിടെ ചെന്ന് കൂട്ടുകാരോട് പറഞ്ഞപ്പോ വിളിച്ചോന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ചു. അത് അല്ല, തൊഴിലുറപ്പല്ല, ഒരു കമ്പനി ജോലിയുള്ള സലി മൊത്തം സലീന എന്നോട് പറഞ്ഞത്. ആ മോളും പറഞ്ഞിട്ടുണ്ട്. ആ മോക്കും ഇന്നലെ വൈകിട്ടും ഞങ്ങൾ സംസാരിച്ചു. സലി എന്നാണ് പേര്, സലീന അങ്ങനെയാ പറഞ്ഞത്. മൊത്തം പേരെ ഓർക്കുന്നില്ല. എന്നാലും ഇന്നലെ ഞാൻ എല്ലാം ഞങ്ങൾ സംസാരിച്ചു. സലീനയോടും സംസാരിച്ചു. ഇപ്പൊ ഈ പറയുന്ന ശിവാനി ആണെങ്കിൽ ഇന്ന് വൈകിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞൊക്കെ വീഡിയോ കോൾ വിളിക്കാന്ന് പറയും. അങ്ങനെ ഒരുപാട് മക്കളും പ്രായം ചെന്നവരും ഒത്തിരി എല്ലാവരും എന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. എൻ്റെ സംസാരം ഇഷ്ടപ്പെടുന്നവരുണ്ട്, എൻ്റെ പാചകം ഇഷ്ടപ്പെടുന്നവരുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്നവരാണ് ഫുള്ളും ആൾക്കാരെ. അതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഓരോ ചെറിയ കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. ഇന്ന് രാവിലെ കൊഴുക്കട്ട ഉണ്ടാക്കിയത്, കൊഴുക്കട്ടയുടെ വട്ടം ചെറുതായി പോയെന്നും, കൊഴുക്കട്ട ഉണ്ടാക്കിയ പാത്രത്തിന് കുഴപ്പം. എൻ്റെ പൊന്നും മക്കളെ, ഇങ്ങനെയുള്ള സ്റ്റീൽ പാത്രത്തിലൊന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഗ്യാസ് ചിലപ്പോൾ അടുപ്പ വെക്കുന്നതായിരിക്കും. പെട്ടെന്ന് വിറക്, ഞാൻ പറഞ്ഞാൽ തന്നെ വിറക് തീർന്നു പോയി. വിറക് തീർന്നു പോകുമ്പോൾ നമ്മൾ ആ ഇഡ്ഡലി കുട്ടകേ ഉള്ളൂ എനിക്ക്. ഗ്യാസ് വെക്കാനൊന്നേ, അടുപ്പ വെക്കാനൊന്നും അങ്ങനെ ഒന്നുമില്ല എനിക്ക് ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. അത് ഞാൻ ഗ്യാസേലും വെക്കും, അടുപ്പേലും വെക്കും. അതുകൊണ്ട് അത് വലിയ കുറ്റമാണ്. നല്ല ഒന്നാന്തരമായിട്ട് ആ ഇഡ്ഡലി കുട്ടം അതാണ് ഇപ്പോഴും എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിനെന്താ ഇതിന് കുറ്റം? അങ്ങനെയൊന്നും കുറ്റം കണ്ടുപിടിക്കല്ലേ. മറുപടി കൊടുക്കണ്ടെന്ന് വിചാരിച്ചാലും ചിലത് കേൾക്കും. ഞാൻ പാവാന്നങ്ങ് ഇതാക്കണ്ട. എനിക്ക് ഉള്ളിൽ എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് സങ്കടം വരുമ്പോൾ ഞാൻ എന്തെങ്കിലും അറിയാതായിരിക്കും ഞാൻ ഇതായി പോകുന്നത്. ഞാൻ എൻ്റെ പാത്രത്തെ, ഞാൻ ഇതേ കരി ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇതിനെ കരി പറ്റണ്ടേ? നോക്കേ, കണ്ടോ? കരിയില്ലല്ലോ. പിന്നെ എവിടുന്നായി പാത്രം കരിയുള്ളത്? അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ചോറുണ്ടാൻ സമയമായതുകൊണ്ടാണ് തീർന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ചോറിനായിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ നേരത്തെ ഇച്ചിരി എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇത്രയും പറയേണ്ട വന്നുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അല്ലാതെ കുറ്റമായിട്ടൊന്നും ആരും വിചാരിക്കേണ്ട. സങ്കടം വരുമ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നതാണ്. പാത്രം കരിയാണ്, ഇതാണ്. അടുപ്പിൽ കത്തിക്കാൻ വെച്ച് കരിയൊക്കെ വരും, അത് നല്ല കാര്യമാണ്. കരിക്കകത്തിട്ട് തേച്ച് തിന്നവരൊക്കെ കാണും ഇതിനകത്ത് ഇഷ്ടം പോലെ ആൾക്കാരെ. ഇന്ന് ഞാൻ കറി വെച്ചത് മത്തങ്ങായും പയറും കൂടെ എരിശ്ശേരി വെച്ചു. പിന്നെ വൻപയർ തോരനും വെച്ചു. ഇന്നെല്ലാം ഞങ്ങൾ പച്ചക്കറിയിൽ അങ്ങ് ഒതുക്കി. അതെ, 2 ദിവസം അടുപ്പിച്ച മീനൊക്കെ ആയിരുന്നല്ലോ. മീനായ ഒരു സുഖമില്ല. മാങ്ങാച്ചാറ് ഇന്നത്തെ നമ്മുടെ കറി കണ്ടോ? മത്തങ്ങ എരിശ്ശേരി, വൻപയർ തോരൻ, മാങ്ങാച്ചാറ്, പപ്പടം. ഇത്രയാണ് ഇന്നത്തെ ഉള്ളത്. ഇന്നിതെല്ലാം കൂട്ടി കഴിക്കാൻ എല്ലാവരും ഓടി വായോ ചോറിനാൻ.